ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യവുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 41, 42, 43 വാക്യങ്ങൾ. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന ദൈവവചനം പരീശന്മാരോട് യേശു ചോദിക്കുന്നതാണ്. യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്നുള്ളത്. ഈ ചോദ്യം എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. പലർക്കും ഈ ചോദ്യത്തിന്റെ മറുപടി കണ്ടെത്താൻ കഴിയാതെ പോയതുകൊണ്ടും പലർക്കും തിരുവഴുത്തിലെ അജ്ഞത മുഖാന്തരവും ക്രിസ്തു ആര് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാതെ കിടക്കുന്ന കോടാനുകൂടി ജനങ്ങളുണ്ട്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും യഥാർത്ഥത്തിൽ വ്യക്തമായി മനസ്സിലാക്കാത്ത അനവധി അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിലും യേശുവിനെ കുറിച്ച് വേണ്ടതുപോലെ അറിയാത്ത ഒരുപാട് ആളുകൾ, ബോധന്മാരെ പോലെ ഒരുപാട് ആളുകൾ, മൂഢന്മാരെ പോലെ ഒരുപാട് ആളുകൾ ഇന്നും ലോകരാജ്യങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നാം തിരുവഴുത്തിന്റെ അടിസ്ഥാന സത്യങ്ങളിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്നുള്ള ആ ചിന്താഗതിക്ക്, ക്രിസ്തു ആരുടെ പുത്രൻ എന്നുള്ള ചിന്താഗതിക്ക് നമുക്ക് മറുപടി കണ്ടെത്താൻ കഴിയുള്ളൂ. ക്രിസ്തു ദാവീദിന്റെ പുത്രനോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. എന്താണ് ഈ ദൈവത്തിന്റെ ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്? പരീശന്മാർ, ഹെരോദ്യർ, സദൂക്യർ എന്നിവരെല്ലാം യേശുവിനോട് ഓരോ കുടുക്കു ചോദ്യങ്ങൾ ചോദിക്കുകയും യേശു അതിലെല്ലാം സ്പഷ്ടമായി മറുപടി കൊടുക്കുകയും ചെയ്തതിനു ശേഷം കർത്താവ് പരീശന്മാരോടായി ഒരു ചോദ്യം ചോദിക്കുക. ഹല്ലേലൂയ. അപ്പൊ പരീശന്മാരും ഹെരോദ്യരും സദൂക്യരും ഒക്കെ വന്ന് യേശുവിനോട് ഒരുപാട് കുടുക്കു ചോദ്യങ്ങൾ ചോദിച്ചു. യേശുവിനോട് ചോദിച്ച സകല കുടുക്കു ചോദ്യങ്ങൾക്കും യേശുക്രിസ്തു സ്പഷ്ടമായി മറുപടി നൽകുകയും, കാരണം യേശു ദൈവമായതുകൊണ്ട് മനുഷ്യന്റെ ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ യേശു സർവജ്ഞാനിയാണ്. എന്നാൽ പരീശന്മാരും ഹെരോദ്യരും സദൂക്യരും ഒക്കെ സർവജ്ഞാനി അല്ലാത്തത് കൊണ്ട് അവർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവർ യേശുവിന്റെ കുടുക്കു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു സങ്കീർത്തനം 110-1 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അവന് ചോദ്യം ചോദിക്കുക പരീശന്മാരോട്. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് തന്റെ പുത്രനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് യേശു ചോദിച്ചു. ഹല്ലേലൂയ. അപ്പൊ പരീശന്മാരുടെയും ഹെരോദ്യരുടെയും സദൂക്യരുടെയും ഒക്കെ കുടുക്ക് ചോദ്യത്തിന് മുമ്പിൽ യേശു എല്ലാത്തിനും സ്പഷ്ടമായി മറുപടി പറഞ്ഞിട്ട് 110-ാം സംഗീതം 1 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ് തന്റെ പുത്രനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് യേശു ചോദിച്ചു. അതിന് വ്യക്തമായി ഉത്തരം പറയുവാൻ ഈ പരീശർക്കും അല്ലെങ്കിൽ ഹെരോദ്യർക്കും സാധുർക്കും കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന യേശു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഒറ്റ ദൈവമേ ഉള്ളൂ, പല ദൈവങ്ങളില്ല. ഒരേ ഒരു ദൈവം. ഈ കാണുന്ന ഭൂലോകത്തെ സൃഷ്ടിച്ച, അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച, അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്നവൻ, സകലത്തിന്റെ അധികാരി, കടലിലെയും കരയും വേർതിരിച്ചവൻ, കടലിലെ വെള്ളം കരയിലേക്ക് കുമിഞ്ഞു വരാതെ കടന്നു വരാതിരിക്കുകയാണ് അതിന് മണൽ കൊണ്ട് അതിരിട്ടവൻ, ആകാശത്തെ നിർമ്മിച്ചവൻ, നക്ഷത്രങ്ങളെ, വനാദിഗോളങ്ങളെ, സൂര്യചന്ദ്രങ്ങളെ, ചന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചവൻ, ഈ കാണുന്ന പ്രകൃതിയെ നമ്മെ നിയന്ത്രിക്കുന്നതെല്ലാം ഒറ്റ ദൈവമാണ്. പല ദൈവങ്ങളില്ല. പല ദൈവങ്ങൾ ഉണ്ടെന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്നും പറഞ്ഞ് മാനുഷികമായി നീ ചിന്തിക്കുന്നത്. യേശു ദാവീദിന്റെ പുത്രനായി മാനുഷികമായി നിങ്ങൾ ചിന്തിക്കാൻ കാരണം നിങ്ങൾ ജഡത്തിൽ വസിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ജഡത്തിൽ വസിക്കാതെ ആത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിൽ ജനിക്കുവാണെങ്കിൽ മാത്രമേ, ആത്മാവിൽ നിറയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ ക്രിസ്തു ദാവീദിന്റെ പുത്രനല്ല, ദൈവപുത്രനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലല്ലോ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ചോദ്യങ്ങൾക്ക് ഹെരോദ്യർക്കും അല്ലെങ്കിൽ പരീശന്മാർക്കും സദൂക്യർക്കും മറുപടി കൊടുക്കാൻ കഴിയാതെ അവർ കുഴഞ്ഞു പോവുകയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ പല സംവാദങ്ങൾ നമ്മൾ കാണുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പലരും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് വ്യക്തമായ മറുപടി ദൈവം വേർതിരിച്ച ദൈവദാസന്മാർ പറയും. എന്നാൽ ദൈവദാസന്മാർ അവരോട് കുടുക്കു ചോദ്യമായി ചോദിക്കാൻ കടന്നു വരുന്ന സംവാദക്കാരോട്
അവർ ഈ പരീശന്മാരെ പോലെ ഹെരോദ്യരെ പോലെ സദുക്കരെ പോലെ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ കഴിയാതെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് പറയുന്ന അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ലേരിയ. അപ്പം ഈ പരീശന്മാർക്കും ഹെരോദ്യർക്കും സദുക്കർക്കും യേശുവിന്റെ ചോദ്യം മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അല്ലേ? അപ്പൊ തിരുവഴുത്തുകളുള്ള അവരുടെ അജ്ഞത മൂലമാണ് അത് മനസ്സിലാക്കാതെ പോയത്. കാരണം തിരുവഴുത്തിനകത്തുള്ള അജ്ഞത, തിരുവഴുത്തിനെ കുറിച്ച് വേണ്ടത്ര പഠിക്കുക കഴിയാതെ, തിരുവഴുത്തിനെ കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാതെ, വിശുദ്ധ വേദപുസ്തകം വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, അതിനെക്കുറിച്ച് വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാതെ നിങ്ങൾ നിരുന്നാൽ നിങ്ങൾക്ക് ക്രിസ്തു ആരാന്നറിയത്തില്ല. അല്ലേ? ഈ ക്രൈസ്തവ ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. ക്രൈസ്തവരുടെ ചെന്ന് യേശു ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇന്നും അറിയത്തില്ല. അവരവിടെ കിടന്ന് ഉത്തരം മുട്ടിക്കിടന്ന് അതും ഇതൊക്കെ പറഞ്ഞ് തട്ടിമുട്ടിപ്പോവും. അല്ലേ? ഞാനൊരിക്കലും സഹോദരി ചോദിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സഹോദരി, നിങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കുന്ന കേട്ടോ അവിടുന്ന് ഓടിപ്പോക്കണമെന്നാണ് ഞങ്ങളുടെ പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അവിടുന്ന് ഓടിപ്പോക്കണം, അവിടെ നിൽക്കരുതെന്ന്. കാരണം അവർ സത്യം പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്നിട്ട് പിന്നെ ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ വ്യക്തമായ മറുപടി പറയുന്നു. അതേ സ്നേഹിത, ഞങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ വ്യക്തമായ മറുപടി പറയും. അല്ലേ? ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് ദൈവവചനം ശുശ്രൂഷിച്ച കൂട്ടത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഒരാൾ കമന്റ് ഇട്ടു, ഭൂമി യേശുക്രിസ്തുവിന് മുമ്പേ ഉണ്ട് എന്ന് ഒരുത്തൻ എഴുതിയിട്ടു. അല്ലേ? അദ്ദേഹത്തിന്റെ അജ്ഞത മുഖാന്തരമാണ് അദ്ദേഹം എഴുതിയത്. ഭൂമി യേശുക്രിസ്തുവിന് മുമ്പേ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പം ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ യേശു ഉണ്ടെന്ന് ഇതിന് മനസ്സിലായില്ല. യോഹന്നാന്റെ വിഷയം 1-ാം അധ്യായം വായിച്ചെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ ആദ്യത്തിൽ ദൈവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായേനെ. അപ്പൊ ഈ ഭൂമിക്ക് സൃഷ്ടി കൊടുക്കുമ്പോൾ, ഭൂമിയെ സൃഷ്ടിക്കുന്ന മുമ്പേ യേശു ഉണ്ടായിരുന്നു, പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ തിരുവഴുത്തിനകത്തെ അജ്ഞത മാറിപ്പോണം. അതുകൊണ്ട് ക്രൈസ്തവ ലോകത്തിന് പോലും ഇന്ന് യേശു ദാവീദിന്റെ പുത്രനാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതുകൊണ്ട് ദാവീദ് ആത്മാവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നു. അല്ലേ? എന്നാൽ തിരുവഴുത്തിലെ അജ്ഞത മുഖാന്തരമാണ്. അപ്പൊ ദാവീദിന്റെ പുത്രൻ തന്നെ അവന്റെ കർത്താവായി മാറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ പരീശന്മാർക്ക് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പുത്രൻ തന്നെ അവന്റെ കർത്താവായി മാറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ പരീശന്മാർക്ക് കഴിഞ്ഞില്ല. യേശു ജഡപ്രകാരം ദാവീദിന്റെ പുത്രൻ തന്നെയാണ്. യേശു ജഡപ്രകാരം ദാവീദിന്റെ പുത്രൻ തന്നെയാണ്. അല്ലേലൂയ, സ്തോത്രം. അപ്പൊ യേശു ജഡപ്രകാരം ദാവീദിന്റെ പുത്രൻ തന്നെയാണ്. പക്ഷേ അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. അവൻ ഒരേ സമയം തന്നെ ദൈവവും മനുഷ്യനുമാണ്. ഭൂമിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്, അവൻ ജഡപ്രകാരം ദാവീദിന്റെ പുത്രൻ തന്നെ, അതേസമയം ദൈവവും മനുഷ്യനുമായിട്ടാണ് യേശു നമ്മുടെ ഇടയിൽ വസിക്കുന്നത്. അല്ലേലൂയ, സ്തോത്രം. അല്ലേലൂയ, ആമി വസിക്കുന്നത്. അപ്പോൾ തന്നെ ദാവീദിന്റെ കർത്താവുമാണ്. ജഡപ്രകാരം ദാവീദിന്റെ പുത്രൻ, ആത്മീയമെന്ന് ചിന്തിക്കുമ്പോൾ യേശു ദൈവവും മനുഷ്യനുമാണ്. അപ്പോൾ തന്നെ ദാവീദിന്റെ കർത്താവുക. അല്ലേലൂയ, സ്തോത്രം. അല്ലേലൂയ, സ്തോത്രം. പക്ഷെ യഹൂദ പ്രമാണിമാർക്ക് യേശുവിനെ അവരുടെ കർത്താവായി അംഗീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. യഹൂദന്മാർക്ക് യേശുവിനെ അവരുടെ കർത്താവായിട്ട് അംഗീകരിക്കുവാൻ ഇന്നും സാധിച്ചിട്ടുള്ളതാണ്. ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ വലിയ തർക്കങ്ങൾ നിൽക്കുക, വാദപ്രതിവാദങ്ങൾ നിൽക്കുക, യേശു ആരാണ് എന്നറിയാൻ വേണ്ടി. ലോകം പലപ്പോഴും ചോദിക്കുന്നതാണ് യേശു ആരാണ്. ഇത്രയും നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരൊക്കെ അല്ലെങ്കിൽ പരസ്യയോഗമായിട്ട് റോഡ് വക്കത്തൊക്കെ ദൈവത്തിനും സൂക്ഷിക്കുമ്പോൾ പല ക്രൈസ്തവർ പോലും, ക്രിസ്തു വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ചെന്ന് അവരോട് വാദങ്ങൾ നടത്തും, വാദപ്രതിവാദങ്ങൾ. നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഏതാ? അവര് പള്ളിയിലാണ് പോകുന്നത്, അവരുടെ വീട്ടിലും ബൈബിളൊക്കെ ഉണ്ട്, അവർക്ക് കുമ്പസാരിക്കുകയൊക്കെ ചെയ്തിട്ട് കുർബാനയെ കൈക്കൊള്ളുന്നുണ്ട്. എന്നിട്ടും ചില യോഗം നടക്കുമ്പോൾ ചോദിക്കും, ക്രിസ്തു ആരാ? നിങ്ങൾ പറയുന്ന ക്രിസ്തു ആരാ എന്ന് പറഞ്ഞാൽ അജ്ഞത മുഖാന്തരം ഈ പരീശന്മാരെ പോലെയുള്ള അനവധി ആളുകൾ ഇന്നുമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു ജഡപ്രകാരം ദാവീദിന്റെ പുത്രനാണെങ്കിലും ആത്മീയ പ്രകാരം ചിന്തിച്ചാൽ അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ്. അതേപോലെ തന്നെ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ മനുഷ്യനായി തന്നെ ജീവിക്കുക. അപ്പോൾ തന്നെ അവൻ ദാവീദിന്റെ കർത്താവാണ്. അല്ലെ? ദാവീദിന് മുമ്പേ ഉള്ളവനാണ് യേശു. അല്ലെ? ദാവീദിന് മുമ്പേ ഉള്ളവനാണ്, ഈ സകലത്തിന് മുമ്പേ ഉള്ളവനാണ് യേശു ആണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അജ്ഞത മാറി, നിങ്ങളുടെ ഇരുള് മാറി, നിങ്ങളുടെ കഷ്ടങ്ങൾ മാറി, നിങ്ങളുടെ നൊമ്പരങ്ങൾ മാറി, നിങ്ങളുടെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വന്നേനെ. ഈശ്വരോ, ഇന്ന് പകൽ യേശുവിനെ നിനക്ക് ഹൃദയത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, അവനെ ദൈവപുത്രനായിട്ട് നീ അംഗീകരിക്കണം. അങ്ങനെ ദൈവപുത്രനായിട്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലേലൂയ. അപ്പോൾ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് അധ്യാപകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ കുട്ടികളെ വളരെ ചിന്തിപ്പിക്കേണ്ടയാവും. നമ്മളൊക്കെ പഠിച്ചു വന്നവരല്ലേ. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെയൊക്കെ അധ്യാപകരെ പലപ്പോഴും നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും.
ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് വളരെ ചിന്തിപ്പാൻ കാരണമാകും. അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ പഠിപ്പിക്കുന്നതിന് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അതിനുശേഷം പഠിപ്പിക്കുന്നതിനും അധ്യാപകന് ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ യേശുക്രിസ്തു പല ചോദ്യങ്ങളെ ജനങ്ങളോടും ശിഷ്യന്മാരോടും പരീശന്മാരോടും സദൂക്യന്മാരോടും ചോദിച്ചു. അതുപോലെ തന്നെ യേശുക്രിസ്തു പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പരീശന്മാരോട്, ഹെരോദ്യരോട്, സദൂക്യരോട്, യഹൂദന്മാരോട് ചോദിച്ചു. ഇപ്പോൾ ക്രിസ്തുവിനെ ബലമായി എതിർത്തവരും അവന്റെ മേൽ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്നവരുമായ പരീശന്മാർ പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പൊ യേശുവിനെ നിന്ദിക്കുന്നവർ, പരിഹസിക്കുന്നവർ, കുടുക്കു ചോദ്യം ചോദിക്കുന്നവരോടൊക്കെ യേശു അനവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇവർക്കൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞ 2000-ലധികം വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയവൻ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞവൻ, അവൻ ക്രിസ്തുവിനെ അനുഗമിക്കും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കിയവൻ, യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കുന്നവൻ, അവനെല്ലാ കാലഘട്ടത്തിലും സമാധാനം, സന്തോഷം, സ്വസ്ഥതയും അവന്റെ ജീവിതത്തിൽ അവന് പ്രത്യാശയുള്ളവനായിരിക്കും. അല്ലെങ്കിൽ അവന് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ട് പോകുമെന്നതിനെ കുറിച്ച് വളരെ ബോധ്യമുള്ളവനായിരിക്കും. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, സഹോദര, ഈ ഭൂമിയിൽ നിങ്ങൾ 70-80 വയസ്സൊക്കെ ജീവിക്കും. ഒരുപക്ഷെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയേക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആയുസ് തീരുമ്പോൾ വെട്ടിക്കൊല്ലും കുത്തിക്കൊല്ലും ഒക്കെ നടക്കുന്നുണ്ട്. എത്ര കാലം ജീവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം യേശുവിനെ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ തലമുറയോട് യുവക്കന്മാരോട് പറയട്ടെ, നിങ്ങൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ഏത് സമയത്താണ് നിങ്ങളെ ആക്രമിക്കാൻ, തല്ലിക്കൊല്ലാൻ ആട് വരുന്ന അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞാൽ തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, ഇടിച്ചു കൊല്ലുക, അടിച്ചു കൊല്ലുക, കുത്തിക്കൊല്ലുക, കെട്ടിത്തൂക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. കേരളത്തിന്റെ സ്ഥിതി ഇപ്പോഴതാ. കാരണം കേരളത്തിന്റെ സമാധാനം പോലും നഷ്ടപ്പെടത്തക്ക നിലയിൽ പിശാച് കേരളത്തിലെ സകല ജനത്തെയിട്ട് വട്ടം കറക്കുക. ആത്മഹത്യയുടെ വലിയൊരു ആത്മാവ് കേരളത്തിൽ വ്യാപരിക്കുന്നു. സാത്താൻ വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു തന്ത്രമാണ് മനുഷ്യന്റെ ഉള്ളിൽ. ആത്മഹത്യയുടെ ആത്മാവ്, പ്രതികാരത്തിന്റെ ആത്മാവ്, രക്തച്ചൊരിച്ചിന്റെ ആത്മാവ്, സാത്താന്റെ തന്ത്രങ്ങളാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പിശാചിന്റെ തന്ത്രങ്ങളെ നീ മനസ്സിലാക്കിയിട്ട് നിനക്ക് ലഭിക്കുന്ന ജീവിതം, ആ ജീവിതം മുഴുവൻ ക്രിസ്തുവിനോട് സമർപ്പിച്ചാൽ നീ ലോകത്തിൽ ഏത് മേഖലയിൽ എത്തിയാലും നീ ഇവിടെ പരാജയപ്പെട്ടു പോകത്തില്ല. മാത്രമല്ല, നീ എപ്പോൾ മരിച്ചാലും നിനക്ക് നിത്യതയിലെത്താൻ കഴിയും. അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഈ പരീശന്മാർക്കും ഹെരോദ്യർക്കും സദൂക്യർക്കും യഹൂദന്മാർക്കും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്നതായിരുന്നു യേശുവിന്റെ ചോദ്യം. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രനായിരുന്നു എന്നുള്ളതാണ് യേശുവിന്റെ ചോദ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ ചോദ്യം ഇസ്രായേൽ ജനങ്ങൾക്ക്, ഹല്ലേലൂയ, ഇസ്രായേൽ ജനങ്ങൾ തങ്ങൾക്ക് ഒരു രക്ഷിതാവ് വരും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഈ ചോദ്യം, യേശുവിന്റെ ചോദ്യം, അന്നത്തെ ഇസ്രായേൽ ജനം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷിതാവ് വരുമെന്ന് അവർ ചിന്തിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന യേശുവാണ് അവരുടെ രക്ഷിതാവെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർ വിശ്വസിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷിതാവ് വരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നാം സകല മനുഷ്യന്റെ രക്ഷിതാവായിരിക്കും, രക്ഷകനായിരിക്കും യേശു. ഇന്ത്യക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. അല്ലേലൂയ. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥാനിക്കുന്നു. അല്ലേലൂയ. ഇനി നമുക്ക് വേണ്ടി രക്ഷകൻ ഇങ്ങോട്ട് വരത്തില്ല. ഇനി നമുക്ക് വേണ്ടി രക്ഷകൻ വരുമോ? ഇനി നമുക്ക് വേണ്ടി ഇവിടെ വന്ന് ഒരു രക്ഷകൻ മരിക്കുമൊന്നുമില്ല. ഇനി യേശുവിന്റെ വരവ് തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ ചേർക്കാനാ. അല്ലേ? അതുകൊണ്ട് ഈ ഭൂമി നീ ജീവിക്കുമ്പോൾ യേശുക്രിസ്തു രക്ഷകനായി ഈ ഭൂമി വന്നിരുന്നു എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ ദൈവപുത്രനായി നീ അംഗീകരിക്കണം. അപ്പോൾ തന്നെ അവനെ ദൈവവും ആ സകലത്തിന്റെ അധികാരി എന്ന് നീ വിശ്വസിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും ഒക്കെ നിനക്കുണ്ടാകത്തുള്ളൂ. അല്ലാതെ കുടുക്കു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നീ ദൈവജനത്തിനെ വിരച്ചുണ്ടാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേലിയ. അപ്പൊ യേശുവിന്റെ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. മശിക എന്ന വാക്കിന് അഭിഷേകം ചെയ്യുന്നവൻ എന്നൊരർത്ഥമുണ്ട്. അല്ലേലിയ. അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നർത്ഥമുണ്ട്. ഇമ്മാനുവേൽ എന്ന അർത്ഥമുണ്ട്. യേശുവിനെ കുറിച്ച് ഉള്ള വാക്കിന്റെ അർത്ഥം അഭിഷേകമുള്ളവൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അല്ലേലിയ, മശിക എന്നൊക്കെ. മശിക എന്നതിന് ദൈവം നമ്മോട് കൂടെ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അല്ലേ? അപ്പൊ മശിക എന്ന് പറഞ്ഞാൽ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. അല്ലേലിയ. മശിക എന്ന് പറഞ്ഞ സകല ജനത്തെ അഭിഷേകം ചെയ്യുന്നവൻ, സകല ജനത്തിനും അഭിഷേകം നൽകുന്നവൻ, അവൻ അഭിഷേകമുള്ളവൻ. അവന്റെ പേര് ഇമ്മാനുവേൽ.
എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, നിങ്ങളുടെ ജീവിതത്തിൽ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത മാറ്റിവെച്ചിട്ട് അത് വായിച്ചെങ്കിലും പഠിക്കാൻ നോക്ക്. ഈ വേദപുസ്തകം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൂജാവസ്തുവിനെ പോലെ വെച്ച് അതിനു മുമ്പിൽ തിരികെത്തിക്കുവാനുള്ളതല്ല. വേദപുസ്തകം നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ചില പള്ളിക്കാരൊക്കെ വിശ്വാസികളോട് നിങ്ങൾ വേദപുസ്തകം കൂടി എഴുതിക്കോളാൻ പറയും. അപ്പം ചിലർ വേദപുസ്തകമൊക്കെ വലിയ അങ്ങ് എഴുതാൻ തുടങ്ങും. വലിയ കെട്ടുകൾ, പേപ്പർ കെട്ടുകൾ പോയി എഴുതി ഞങ്ങൾ വേദപുസ്തകം കൂടി എഴുതിയെന്ന് പറയും. എഴുതിയിട്ട് വല്ലതും മനസ്സിലായ? ഒരു ചുക്കും മനസ്സിലായില്ല. അല്ലേലിയ. പലരും നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ വേദപുസ്തകം മുഴുവൻ എഴുതി പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ എഴുതി പ്രിന്റ് ചെയ്തിട്ട് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അല്ലേലിയ. ഞാൻ പലരോടും ചോദിക്കേണ്ടത്, നിങ്ങൾ വേദപുസ്തകമൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. വേദപുസ്തകം മുഴുവൻ എഴുതിയിട്ടും യേശു ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. അതാണ് അവരുടെ ഇന്നത്തെ അജ്ഞത. അവരും പരീശന്മാരെ പോലെ, വിരോധിരെ പോലെ, സദൂക്കിനെ പോലെ, യഹൂദന്മാരെ പോലെ ഇന്നും യേശുവിനെ മശിഹായി എന്ന് വിശ്വസിക്കാൻ കഴിയാതെ, യേശു ദാവീദിന്റെ പുത്രനാണെങ്കിലും ആത്മാവിൽ അവൻ ദൈവവും മനുഷ്യനുമാണ്, അപ്പോൾ തന്നെ ദാവീദിന്റെ കർത്താവാണെന്ന് ഇവർക്ക് ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന് വേണ്ടുന്ന അജ്ഞതയാണ് ബൈബിളിനകത്ത്. എന്നിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലോ അവരെ ഇല്ലാത്ത ദുരാരോപണങ്ങളും കുറ്റാരോപണങ്ങളെല്ലാം പറഞ്ഞ് ഓടിക്കും. അല്ലേ? ഞാനൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് പലരും പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. പലരും ഞാൻ വിശ്വാസം വന്നപ്പോൾ പറഞ്ഞു അവൻ ജീവിക്കാൻ വേണ്ടി വന്നതാ, പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞു. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടും ചുമ്മാ ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ടും ഒന്നുമല്ല വേദപുസ്തകം എടുത്തും യേശുവിനെ അറിഞ്ഞതും യേശുവിനെ വിശ്വസിച്ചതും. മരണാനന്തൊരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി മരണാനന്ദ ജീവിതം നിത്യതയിലെത്തണമെങ്കിൽ യേശുവിനോടൊപ്പം ജീവിച്ചാൽ മാത്രമേ രക്ഷ കാര്യമാകുള്ളൂ തിരിച്ചറിഞ്ഞപ്പോഴാണ് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയത്. ചിലരുടെ ചിന്തയൊക്കെ ഇപ്പോഴും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആരാ പൈസ തരുന്നത്? നിങ്ങളെ ആരാ നടത്തുന്നത്? നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നത്? നിങ്ങൾക്ക് അമേരിക്കയിൽ പണം വരാനുള്ളൂ? ഈ കഴിഞ്ഞ ദിവസം എന്നോട് സഹോദരൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ജീവിക്കും, എങ്ങനെ ബലം ഭക്ഷിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യജമാനനുണ്ട്. ഞങ്ങൾക്ക് യജമാനുണ്ട്. ഞങ്ങൾക്ക് കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കാനോ ഒന്നുമില്ല. വിശ്വാസത്താൽ ഞങ്ങളുടെ യജമാനെ കാണിച്ചു തരാൻ കഴിയും. ഞങ്ങളുടെ യജമാനൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വേല ചെയ്യുന്ന എന്നെ പോറ്റുവാനും പുലർത്തുവാനും ഒക്കെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടില്ലാതെ ജീവിക്കാൻ കഴിയുന്നു പറഞ്ഞു. അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം തരും സമയം. അല്ലേ? ഇന്നും പലരുടെ അജ്ഞത എങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ കണ്ടെത്തണം. അല്ലേ? ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ യേശുവിനെ കണ്ടെത്താതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് മരണാനന്തരം നിങ്ങൾ നിത്യമായി നരകത്തിലെത്തും. നിങ്ങളിവിടെ എന്തെല്ലാം യാഗങ്ങൾ ചെയ്താലും വഴിപാടുകൾ ചെയ്താലും എന്തെല്ലാം പൂജകൾ കർമ്മങ്ങൾ ചെയ്താലും നിങ്ങൾ എന്തെല്ലാം മുതൽ മുടക്കിയാലും നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ യേശുവിനെ കണ്ടെത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ മരണാനന്തര ജീവിതം നിത്യമായ നരകത്തിലായിരിക്കും. അല്ലേ? നിത്യമായ നരകത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഉണ്ട്. എല്ലാം സാത്താനാൽ അടിച്ചമർത്തപ്പെട്ട് കരച്ചിലും പല്ലുകടിയുള്ള സ്ഥലത്തായിരിക്കും. അല്ലേ? അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് രക്ഷകനായിരിക്കുന്ന യേശുവിലൂടെ നാം രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് പറഞ്ഞു, യേശു ചോദിച്ച ചോദ്യത്തിന് ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് വിളിക്കുന്നത് എങ്ങനെ? അല്ലേ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം എന്റെ വലത്ത ഭാഗത്തിരിക്കുക എന്ന് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ അല്ലേ? ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നതെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അല്ലേ? ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ അവന്റെ പുത്രനാകുന്നേ? അല്ലേ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ജനപ്രകാരം ദാവീദിന്റെ പുത്രൻ. ആത്മീയമായി ചിന്തിക്കുമ്പോൾ യേശു ദൈവം തന്നെ. അപ്പോൾ തന്നെ മനുഷ്യൻ നമ്മുടെ ഇടയിലും, അപ്പോൾ തന്നെ ദാവീദിന്റെ കർത്താവുക. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്ലേസിലേക്ക് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വേണം. അപ്പോൾ തന്നെ സ്തോത്രം. അവിടെ മത്തായിയുടെ സുവിശേഷം 22:43-46 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അല്ലേ? അവരോട് ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. യേശുവിനോട് ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അല്ലേ? എന്ന് പറഞ്ഞാൽ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് അറിയണം. അല്ലേ? ഒറ്റ
ചോദ്യത്തിനകത്ത്, ഒറ്റ ഉത്തരത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അല്ലെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തിടത്തോളം കാലം യേശുവിനെ നിങ്ങൾക്ക് ദൈവോത്തരമായി വിശ്വസിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ഇന്നും അജ്ഞതയിൽ ജീവിക്കുന്നവരാ, ഇരുളിൽ ജീവിക്കുന്നവരാ, സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. ജീവിതത്തിൽ വെളിച്ചം വീശുവാൻ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾ ഇരുളിൽ ജീവിക്കുന്നവരാ. അവിടെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, ഇരുളിന്റെ അനുഭവം വിട്ട് മടങ്ങി വരണം. അപ്പൊ യേശുവിനെ ദൈവപുത്രനായി നിങ്ങൾ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്ന നിമിഷം നിന്റെ മേലുള്ള പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങളെല്ലാം മാറ്റിയിട്ട് ദൈവം ചെയ്യും, നിനക്കൊരു പൊതുജീവൻ തരും. എന്നുകൊണ്ട് ശരീരത്തിൽ വസിക്കുമ്പോൾ മറ്റു മനുഷ്യനുണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും നമുക്ക് ഉണ്ടാകും കേട്ടോ. ഉണ്ടായാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. അല്ലേലിയ. ഏത് മേഖലയിലും നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയണം. അല്ലേലിയ. ഇവിടെ ദൈവവചനം പറയുന്നത് സ്തോത്രം, അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്നാണ്. അന്വേഷിക്കുന്നവർ കണ്ടെത്തും. യേശുവിനെ അന്വേഷിക്കുന്നവർ കണ്ടെത്തും. അല്ലേലിയ. എല്ലാവർക്കും യേശുവിനെ കണ്ടെത്താൻ കഴിയില്ല. അന്വേഷിക്കുന്നവരാരാണോ അവന് മാത്രമേ യേശുവിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം വാക്യം വായിക്കുന്നത്, യാചിപ്പിൻ എന്ന നിങ്ങൾക്ക് കിട്ടും. അല്ലെ, യാചിപ്പിൻ എന്ന നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന്. അല്ലേലിയ. അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പം നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, പ്രാർത്ഥനയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 6:5-15 വാക്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇവിടെ ചിന്തനീയമാണ്. ആരെങ്കിലും അല്ലെങ്കിൽ നമ്മോട് കൂടുതൽ യാചിച്ചാൽ നമുക്ക് വെറുപ്പ് തോന്നും. എന്നാൽ ദൈവത്തിന്റെ കാര്യം നേരെ തിരിച്ചാണ്. അല്ലേ? മനുഷ്യരോട് പല പ്രാവശ്യം പല കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ നമ്മോട് വെറുപ്പ് തോന്നും. അല്ലേ? അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 1-2 ആവശ്യങ്ങൾ ചില മനുഷ്യരോട് പറഞ്ഞു. 1-2 ആവശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ വെറുപ്പ് തോന്നി കേട്ടോ. അവർക്ക് വളരെ വെറുപ്പ് തോന്നി. പിന്നെ അവർ സംസാരിക്കുക പോലും, മുഖം പോലും തരത്തില്ല. എന്നാൽ ആ കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു ആ മനുഷ്യൻ മുഖം തിരിച്ചതുപോലെ മുഖം തിരിക്കാതെ ആ വിഷയത്തിൽ കർത്താവ് മറുപടി തന്നു. അല്ലേ? എന്നെ കേൾക്കുന്നവർ സ്നേഹിത, അന്വേഷിക്കുന്ന നിങ്ങൾ കണ്ടെത്തും. യേശുവിനെ അന്വേഷിക്കുന്നത് കണ്ടെത്തും. അല്ലേ? നിങ്ങൾ മനുഷ്യരുടെ അവനെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യരോട് നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചാൽ മനുഷ്യൻ നിങ്ങളോട് വെറുപ്പ് തോന്നും. പക്ഷെ നിങ്ങൾ യേശുവിനോട് ചോദിക്കുന്ന ഏത് കാര്യത്തിലും മറുപടി തരും. ഇവിടെ അന്വേഷിപ്പിക്കും കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ കഷ്ട സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ദുഃഖം അനുഭവിക്കുന്ന, വേദനയുടെ കണ്ണുനീരിന്റെ നടുവിൽ കടന്നു പോകുന്ന പ്രിയ സഹോദരാവേ, നീ ഏത് വിഷയത്തിനെ ഭാരപ്പെടുന്നോ ആ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ യേശുവിനെ നീ അന്വേഷിച്ചാൽ അവൻ നിന്റെ ചാരത്ത് വരും കേട്ടോ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, അവൻ നിന്റെ ചാര ഇറങ്ങി വന്ന്, നിന്റെ അരികിൽ ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. അല്ലേലിയ. മാർത്തയുടെയും മറിയുടെയും സഹോദരൻ മരിച്ചപ്പോൾ അല്ലേലിയ, ആ മരിച്ചുവെന്ന് അറിഞ്ഞിട്ടും യേശു ആ സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തുവന്ന. അല്ലേലിയ. യേശു പിന്നീട് അവരുടെ അരികിൽ വന്ന് മാർത്തയും മറിയും കരയുന്നത് കണ്ട് അവരോടുകൂടെ കണ്ണുനീർ വാർത്തു. അല്ലേലിയ. എന്നിട്ട് മരിച്ചുപോയി ലാസറിനെ ജീവനോടെ കൊടുത്ത ദൈവമാ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിന്റെ ജീവിതത്തിനകത്ത് നീ ആ യേശുവിനെ അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ അവൻ നിന്റെ അരികിൽ ഇറങ്ങി വന്ന് നിന്റെ ചാരത്തിറങ്ങി വന്ന് നിന്റെ കണ്ണുനീരിനെ തുടച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാ. അതുകൊണ്ട് നീ യേശുവിനെ അന്വേഷിക്കണം. അല്ലേ? പരീക്ഷന്മാർക്കും വിരോധർക്കും സാധുക്കർക്കും യഹൂദന്മാർക്കും യേശുവിനെ അന്വേഷിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവരിന്നും കുടുക്കുചോദ്യം ചോദിച്ച് നടക്കുക. ഇന്ന് ക്രൈസ്തവ ലോകത്തിനകത്ത് പലരും കുടുക്കുചോദ്യം, ജാതികൾ പലപ്പോഴും കുടുക്കുചോദ്യം ചോദിക്കും, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആരാ? ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം പറയണം, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന് പറയുന്നത് ഈ അണ്ടകടാകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, ഭരിക്കുന്നവൻ, സകലത്തിന്റെ സൃഷ്ടാവാൻ ഞങ്ങൾ പറയുന്ന യേശു. അല്ലേ? അതിനപ്പുറത്ത് നിങ്ങൾക്ക് വാദപ്രതിവാദങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങൾ പരാജയപ്പെട്ടു പോകും. കാരണം യേശു ദൈവം തന്നെയാണ്. അല്ലേ? ഇവിടെ അന്വേഷിക്കുവില്ല. അല്ലേ? എന്ന് കണ്ടെത്തുമെന്ന്. അല്ലേ? നമ്മൾ അന്വേഷിക്കണം, യേശുവിനെ അന്വേഷിക്കണം. അല്ലേലിയ. നമ്മൾ ചിന്തിച്ചു നോക്കി, ലൂക്കോസ് സുവിശേഷം 19-ാം വാക്യം വായിക്കും, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം സക്കായുള്ള ബന്ധത്തിൽ സക്കായി ചുങ്കക്കാരനാണ്, ചുങ്കം പിരിവുകാരനാണെങ്കിലും യേശു സക്കായിയെ കണ്ട് സക്കായിയുടെ വീട്ടിൽ ചെന്ന് ആ വീടിന്റെ രക്ഷ വന്ന് സക്കായിയുടെ ജീവിതത്തിന്റെ കുറവുകളെല്ലാം വീട്ടിൽ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇവൻ അബ്രഹാമിന്റെ പുത്രനാ, ഇന്ന് ഈ വീടിന്റെ രക്ഷ വന്നു. എന്നിട്ട് യേശു പറഞ്ഞ കാണാതെ പോയ, എന്നെ കേൾക്കുന്ന സ്നേഹ ശ്രോതാവി, ദൈവരാജ്യത്തെ കാണാതെ പോയി ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ ജീവിക്കുന്ന എന്നോട് ദൈവം പറയുകയാണ്, നീ യേശുവിനെ അന്വേഷിക്കുന്നെങ്കിൽ നീ അവനെ കണ്ടെത്തിന്റെ പാപത്തിന് പരിഹാരം വരും. അല്ലേ? നിന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ ഈ ലോകത്തിലൊരു മതങ്ങൾക്കും കഴിയില്ല, ഒരു മതപ്രമാണങ്ങൾക്കും കഴിയത്തില്ലെന്നാണ്. നിന്റെ പാപത്തിന് ശുദ്ധീകരണം നൽകുവാൻ നീ ചെയ്യുന്ന ഒരു യാഗങ്ങൾക്കും വഴിപാടുകൾക്കും കർമ്മങ്ങൾക്കും ഒരു നേർച്ചകൾക്കും നീ ചെയ്യുന്ന ഒരു വഴിപാടുകൾക്കും നീ ചെയ്യുന്ന പാപത്തിന് പരിഹാരമില്ലാത്ത, പാപത്തെ പരിഹരിക്കുന്ന യേശു മാത്രം, യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ പാപം മോചിക്കുവാൻ അധികാരമുള്ളൂ. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് അവൻ ഈ ക്രൂശിൽ മരിച്ചത്.
അല്ലെ, നമ്മുടെ പാപങ്ങളെ മുഴുവൻ യേശു ഏറ്റെടുത്തു. അതുകൊണ്ട് ഇന്ന് നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ, യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരികയാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ ഏത് സ്ഥലത്ത് ഏത് മേഖല ഇരുന്നാലും, നിങ്ങൾ ജീവിക്കുന്ന ജീവിത സാഹചര്യം ഏത് കൊടിയ പാപത്തിന്റെ നടുവിൽ നിന്നായിരുന്നാലും, നിങ്ങൾക്ക് ജീവിതത്തിന് മോചനം വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ, യേശുവേ ഞാനൊരു പാപികമായ മനുഷ്യനാണ്, എന്നോട് കരുണ തോന്നണം, എന്റെ പാപങ്ങളെ ക്ഷമിച്ച്, എന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് അവിടുത്തെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമെന്ന് യേശുവിനോട് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ പറഞ്ഞാൽ, ഏത് സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നെങ്കിൽ, അപ്പോൾ തന്നെ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിൽ ഇറങ്ങി വരും. അല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലേലൂയ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നതാണ് നമ്മൾ ഈ സങ്കീർത്തന പുസ്തകം വായിക്കുന്നത്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. അതിനെക്കുറിച്ച് വേദപുസ്തകം 145 അല്ലെങ്കിൽ സങ്കീർത്തനം 145:18 എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതി ഞാൻ വായിക്കാം. അല്ലേ, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥന. അല്ലേ. അപ്പൊ നമ്മൾ അന്വേഷിച്ച് നമ്മുടെ അരികിൽ ഇറങ്ങി വരുന്നവനായ യേശു. നമ്മൾ അവനെ വിളിച്ചപേക്ഷിച്ചാൽ, സത്യമായിട്ട് തന്നെ അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നീതിമാനായ ദൈവം അല്ലെങ്കിൽ ദയാലുവും കൂടി ആയതുകൊണ്ടാണ് മനുഷ്യജാതിക്ക് ഭയമില്ലാതെ അവനെ സമീപിക്കുവാൻ കഴിയുന്നത്. അല്ലേ. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നീതിമാനായ ദൈവം. അല്ലേ. ആമേ സ്തോത്രം. നാം നീതിമാനായ ദൈവം കരുണയുള്ളവനായതുകൊണ്ട്. അല്ലേലൂയ. അതിന്റെ 17 വാക്യം വായിച്ചു കാണാം. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളും ദയാലുവുമാകുന്നു. അതായത് നമ്മുടെ കർത്താവ് ദയാലുവായതുകൊണ്ട്, നീതിമാനായതുകൊണ്ട്, കരുണയുള്ളവനായതുകൊണ്ട് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അവന്റെ അരികിലേക്ക് കടന്നു ചെല്ലാം നമുക്ക്. അല്ലേലൂയ. അവൻ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ആരോടും ചോദിക്കേണ്ട, അധികാരപത്രം ചോദിക്കേണ്ട, അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കണ്ട. യേശുവിനെ എപ്പോൾ വേണേലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നത്. അല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നത്, നീതിമാനായ ദൈവം ദയാലുവും കൂടി ആയതുകൊണ്ടാണ് മനുഷ്യജാതിക്ക് ഭയമില്ലാതെ അവനെ സമീപിക്കാൻ കഴിയുന്നത്. അല്ലേ. മനുഷ്യർക്കാർക്കും അടുത്തു ചെല്ലുവാൻ കഴിയാത്ത നിലയിൽ ദൈവം അത്രമാത്രം അകലെയാണ് വസിക്കുന്നതെന്ന് തോന്നിയാലും. ലേലിയ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കാർക്കും അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത അകലത്തിലാണ് യേശു വസിക്കുന്നത്, യേശു ഉള്ളതെന്ന് നമ്മൾ തോന്നിയാലും ആത്മാർത്ഥമായി അവരെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. അല്ലേ. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് തൊട്ട് വിളിക്കാൻ കഴിയത്തില്ല. നമുക്ക് മറ്റൊരാളെ പറഞ്ഞു വിളിപ്പിക്കാൻ കഴിയത്തില്ല, ഒരാളെ പറഞ്ഞു വിട്ട് വിളിപ്പിക്കാൻ കഴിയത്തില്ല, ഇന്നത്തെ പോലെ ഫോണിൽ കൂടെ ഒന്നും വിളിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം യേശു അകലത്തിലാണെന്ന് തോന്നിപ്പോയാലും. അല്ലേ. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യേശു സമീപസ്ഥനാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ജീവിതത്തിൽ ദുഃഖത്തിന്റെ കരുതലിലൂടെ നീ കടന്നു പോവുകയാണോ? സങ്കടം മാത്രമാണ് എന്റെ ജീവിതത്തിൽ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയാൻ ശക്തമായ ദൂത്, സത്യമായി തന്നെ ദൈവത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ച് നോക്ക്. അവൻ നിന്റെ സമീപസ്ഥനായിട്ട് ഇറങ്ങി വരും. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീർ മാറും, നിന്റെ ജീവിതത്തിന്റെ ആകുലകൾ മാറും. നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും മറുപടി തരുവാൻ യേശു വിശ്വസ്തനാണ്. അല്ലാതെ ഈ യഹൂദന്മാരെ പോലെ, പരീശന്മാരെ പോലെ, ഹെരോദ്യരെ പോലെ, സാധുക്യരെ പോലെ കുടുക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്ന് നടക്കാതെ നീ കർത്താവിലേക്ക് മടങ്ങുക. ഇന്ന് നീ കുടുക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിനക്കൊരു മറുപടിയില്ല. അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും. മനുഷ്യൻ ഓടി ചെല്ലുന്നത് ജ്യോത്സ്യന്മാരുടെ ഇരിക്കിലേക്കും മന്ത്രവാദിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്കാണ്. കൈനോട്ടക്കാര്, അസ്ത്രശാസ്ത്രക്കാര്, മുഖലക്ഷണം പറയുന്നവർ, കമ്പ്യൂട്ടർ ശാസ്ത്രം പറയുന്നവരിലേക്ക് മനുഷ്യൻ ഓടി ചെല്ലുന്നത്. കാരണം അവരുടെ ഭാവിയെ കുറിച്ച് അറിയുന്നവരുടെ വലിയ സന്തോഷമാണ്. പക്ഷെ അവരെല്ലാം താൽക്കാലികമായി പറയുന്നത് അവർ പഠിച്ചു വെച്ച തൊഴിലങ്ങ് ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും നിന്റെ ഭാവി സുരക്ഷിതമാകുന്നില്ല. നിന്റെ ഭാവിയെ കുറിച്ച് നിനക്ക് യഥാർത്ഥമായി ബോധ്യമാകണമെങ്കിൽ, നിന്റെ ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ച് യഥാർത്ഥമായി ബോധ്യമാകണമെങ്കിൽ, നിനക്ക് യഥാർത്ഥമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നീ കർത്താവിലേക്ക് വരണം. കർത്താവിലേക്ക് വരുമ്പോൾ നിന്റെ ഭാവി അവർ സുരക്ഷിതമാക്കി തരും. അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. അതവൻ ദൂരത്തിരിക്കുന്ന ദൈവമല്ല, നിന്റെ ചാരത്തിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പറഞ്ഞിട്ട്, നിന്റെ ജീവിതത്തിന് ഏത് പ്രശ്നങ്ങൾ കടമാതിലൂടെ കടന്നു പോവുകയാണോ, കണ്ണുനീരിലൂടെ കടന്നു പോവുകയാണോ, പ്രശ്നങ്ങളാണോ, കുടുംബ തകർച്ചയാണോ, തലമുറകളുടെ ഭാരമാണോ, ബന്ധത്തിൽ സമാധാനമില്ലാത്ത അനുഭവമാണോ, കടക്കെണിയാണോ, ഏതാണ് നീ കടന്നു പോകുന്ന വിഷയം? ആത്മഹത്യയുടെ വാക്കിലിരിക്കുകയാണോ? അവിടെ എല്ലാം ദൈവം നിനക്ക് സമീപസ്ഥനാണ്. പക്ഷെ നീ വിളിച്ചപേക്ഷിക്കണം. അവനെ വിളിച്ചപേക്ഷിന്റെ ഹൃദയം കൊടുക്കണം. ഇന്ന് പലർക്കും യേശുവിനെ ഇഷ്ടമാണ് നന്മയ്ക്ക് വേണ്ടി മാത്രം, അനുഗ്രഹത്തിന് വേണ്ടി മാത്രം.
പലരും യേശുവിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാനും യേശുക്രിസ്തു അനുഗ്രഹം പ്രാപിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അവന് വേണ്ടി ഹൃദയം കൊടുക്കാൻ ആളില്ല. എന്നാൽ അവന് വേണ്ടി ഹൃദയം കൊടുക്കുന്നവർ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നവനെയാണ് ദൈവം മാനിക്കുന്നത് കേട്ടോ. ലേലിയ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും നീതിമാനായിരുന്ന ദൈവഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. വേദപുസ്തകം പറയുമ്പോൾ തന്നെ പാപിയായി നീ ജീവിച്ച് ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച് ലോകത്തിന് ഇംഗിതമനുസരിച്ച് ജീവിച്ചു ഇവിടുത്തെ സുഖലോലുപ ജീവിതം ജഡത്തിന്റെ അഭിരുചിക്ക് അനുസരിച്ച് നീ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം മരണമാണ്. അല്ലേരിയ. അതേസമയത്ത് ജഡത്തിന്റെ അഭിരുചി നീ നീക്കിക്കളഞ്ഞിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ യേശു നിന്റെ രക്ഷകനായി മാറും. അല്ലേരിയ. യേശു നിന്റെ രക്ഷകനായി മാറിക്കഴിയുമ്പോൾ നിനക്ക് സ്വന്തമായിട്ടൊരു അധികാരി ഉണ്ടാവും, ഒരു യജമാനൻ ഉണ്ടാകും. അല്ലേരിയ. പലർക്കും സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പലരും ഇന്ന് വീർപ്പ് മുട്ടുകയാണ്. അല്ലേരിയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ താമേ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് അവൻ ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണുന്നുണ്ട്. അല്ലേരിയ. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 15:2 വായിക്കുന്നുണ്ട്. അല്ലേരിയ. സ്തോത്രം. അവൻ ആസയെ എതിരേറ്റ് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, അല്ലേരിയ, അതിന്റെ 15 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആസയ്ക്ക് പ്രവാചകന്റെ മുന്നറിയിപ്പ്. അനന്തരം ഓദേദിന്റെ മകനായ അസര്യാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ആസയും എല്ലാ യഹൂദരും ബെന്യാമീനും ആയുള്ളവരെ എന്റെ വാക്കുകൾ നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. ലേരിയ എന്നിവിടെ പറയുന്നത് കാണാൻ കഴിയും. ലേരിയ. അപ്പം ദൈവത്തിന്റെ ആത്മാവ് ഓദത്തിന്റെ മകൻ അസര്യാവിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവനെ ആശ്രയിച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണമെന്നാണ്. ചരിത്രപശ്ചാത്തലം വായിക്കുമ്പോൾ അസര്യാവിന്റെ പ്രബോധനവും ആസയുടെ നവീകരണമാണ്. ഇന്ന് ക്രൂശനായ സേരകിനെ ആസ തോൽപ്പിച്ച് മടങ്ങി വന്നപ്പോൾ ഇപ്പോൾ അസര്യ പ്രവാചകൻ അവനെ എതിരേറ്റു ചെന്നു. യുദ്ധത്തിൽ അവന് ലഭിച്ച വിജയത്തിൽ അവനെ അഭിനന്ദിക്കുവാനല്ല, പ്രത്യുത അല്ലെ വരുത്തേണ്ട നവീകരണത്തെക്കുറിച്ച് ആസയെ പ്രബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അസര്യ പ്രവാചകൻ ആസയെ എഴുന്നേറ്റത് എതിരേറ്റ്. അപ്പൊ ആസ യുദ്ധത്തിൽ ജയിച്ചു വന്ന ആസയെ പ്രകീർത്തിക്കുവാനോ പ്രശംസിക്കുവാനോ ഒന്നും അല്ല ദൈവത്തിന്റെ ആത്മാവ് അസര്യാവിന്റെ മേൽ വന്നത്. അസര്യാവ് ആസ എതിരേറ്റ് ചെന്നതിന്റെ കാരണം ആസ ചെയ്യുവാനുള്ള, ആസ വരുത്തുവാനുള്ള നവീകരണങ്ങൾ ചെയ്യണം. അല്ലേലിയ. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അല്ലേലിയ. അങ്ങനെ അല്ലെ അസര്യ പ്രവാചകനെ പറ്റി തിരുവെഴുത്തിൽ മറ്റെങ്ങും പറഞ്ഞിട്ടില്ല എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അതുകൊണ്ടാണ് അസര്യ പറയുന്നത്, നിങ്ങൾ അല്ലെ സ്വതം അല്ലെ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണം. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടി ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തി ഉപേക്ഷിക്കുന്നുവെങ്കിലോ നിങ്ങളെ അവൻ ഉപേക്ഷിക്കും. അല്ലേരിയ. അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തും. അല്ലേരിയ. അവനോട് കൂടി ഇരിക്കുന്നിടത്തോളം കാലം നമ്മോട് കൂടി ഇരിക്കും. പക്ഷെ നമ്മൾ കർത്താവിനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ ഉപേക്ഷിക്കും. അല്ലേലിയ. അതെ, ഇന്ന് പകരം ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ച് ലോക ജീവിതം നയിക്കരുത്. യേശുവില്ലാത്ത ജീവിതം. അല്ലേലിയ. നമുക്കറിയാം ഈ കപ്പങ്ങ മരം പോലെയൊക്കെയാ. കപ്പങ്ങ മരം എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ വളരെ പച്ചപ്പും തല ഉയർത്തി ഒരുപാട് കായോടെ കൂടി നിൽക്കുന്നത് കാണാൻ കഴിയും. വലിയ. പക്ഷെ നല്ലൊരു കാറ്റടിച്ചാൽ ഒടിഞ്ഞു പോകും. അതിന് അധികം ആയുസില്ലാത്ത മരമാണ്. കാരണം അതിൻ്റെ അകത്ത് പൊള്ളയാണ്, അതിൻ്റെ അകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ യേശു ഇല്ലാത്ത ജീവിതം ഈ കപ്പങ്ങ മരം എന്ന് പറഞ്ഞാൽ ഈ ഓമ മരം പോലെ അങ്ങനെ പറഞ്ഞു പലടി. യേശു നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. യേശു നിന്റെ ജീവിതത്തിലെങ്കിൽ ഈ കപ്പങ്ങാമരം ഒടിഞ്ഞു പോകുന്ന പോലെ ഏത് സമയത്ത് നീ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് യേശുവിനോട് നീ ചേർന്നിരിക്കുക. അവനെ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തും. നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ ലോകത്തിന്റെ പ്രമാണിമാരുടെ അധികാരികൾ രാഷ്ട്രീയക്കാരുടെ പൊന്നാലെ പോകാതെ നിങ്ങളുടെ പ്രശ്നങ്ങളുമായി നിങ്ങൾ യേശുവിന്റെ അരിയിലേക്ക് കടന്നു പോകാം. അല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നവുമായി നിങ്ങൾ യേശുവിന്റെ അരികിൽ കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തെ പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയും. ഇന്ന് പകലെന്നെ കേൾക്കുന്ന സ്വഭാവി, എന്റെ ജീവിതത്തിൽ നേരിടുന്ന എത്ര വലിയ പ്രശ്നമായിരുന്നാലും, എത്ര കൊടിയ വേദനയോടെ നീ കടന്നുപോയാലും, നിന്റെ പ്രശ്നങ്ങളെ നീ യേശുവിൽ അറിയിക്കുന്നെങ്കിൽ അവൻ നിന്നെ അതിന് വിടുവിക്കുക. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. പക്ഷെ നീ അവനെ ഉപേക്ഷിക്കരുത്. അല്ലേലൂയ. അപ്പൊ നമ്മുടെ കുഴപ്പം നിറഞ്ഞ സാഹചര്യത്തിൽ ഒരു ഭക്തൻ ഒരു ദൈവദാസൻ പറഞ്ഞു, സാർ, ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അരികിലുള്ള ഒരു കുളത്തിൽ പോയി തന്റെ മുഖത്തെ നോക്കിയിട്ട് വരിക എന്ന പാസ്റ്റർ പറഞ്ഞു.
മീൻ പിടിക്കുന്നവർ കുളത്തെ കലക്കിക്കൊണ്ടിരുന്നതിനാൽ അയാൾ തിരിച്ചു വന്നു. തൻ മുഖത്തെ വ്യക്തമായി കാണുവാൻ സാധിച്ചില്ല. ഒരുത്തൻ വന്ന് ഒരു പാസ്റ്റർ ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് യേശുവിനെ കാണണം, ദൈവത്തെ കാണണം. അപ്പൊ ആ മനുഷ്യൻ ഓടിപ്പോയി, അല്ലെങ്കിൽ ആ മനുഷ്യൻ നിങ്ങൾ കുളത്തിൽ പോയി മുഖം കഴുകിയിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ കുളത്തിൽ പോയി മുഖം കഴുകിച്ച് വന്നപ്പോൾ ചെല്ലാൻ ചെന്നപ്പം മീൻ പിടിക്കുന്നവർ കുളം കലക്കിയിട്ടിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുഖത്തെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല അല്ലേ എന്ന്. ചില മണിക്കൂറുകൾ കഴിഞ്ഞ് കുളത്തിലെ വെള്ളം തെളിവായിരിക്കുമ്പോൾ അയാൾ വീണ്ടും പോയി നോക്കി, അല്ലൊരിയ മുഖം വ്യക്തമായി കണ്ടു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ആ കുളത്തിലെ മീൻപിടുത്തക്കാരൊക്കെ പോയി ആ വെള്ളമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പോയി ആ കുളത്തിലേക്ക് തന്റെ മുഖം നോക്കിയപ്പോൾ തന്റെ മുഖത്തെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. എന്നിട്ട് പാസ്റ്റർ ഇപ്പോൾ ഞാൻ വ്യക്തമായി കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ ഭക്തരോട് പറഞ്ഞു, കുഴപ്പം പിടിച്ച മനസ്സോടുകൂടി ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. ശാന്തമായ ഒരിടത്തിൽ നിശാന്തമായിരുന്ന ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന നിനക്ക് ദൈവത്തെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ, കുഴപ്പം കലങ്ങി മറിഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ ചെന്ന് നിന്റെ മുഖം നോക്കിയാൽ നിനക്ക് നിന്റെ മുഖം വ്യക്തമായി കാണത്തില്ല. എന്നാൽ ആ വെള്ളം ശാന്തമായി കിടക്കുന്ന സമയമുണ്ട്, തെളിഞ്ഞു കിടക്കുന്ന സമയമുണ്ട്. തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് പോയി നിന്റെ മുഖം നോക്കിയാൽ നിനക്ക് നിന്റെ മുഖത്തെ വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ കുഴപ്പം നിറഞ്ഞ കലക്കം നിറഞ്ഞ ജീവിതത്തിൽ നീ ഓടി നടന്ന് നീ പരാജയപ്പെട്ടു പോകാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ നീ ഇരുന്ന് ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മുഖം കുളത്തിൽ വ്യക്തമായി കണ്ടതുപോലെ യേശുവിനെ നിനക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ യേശുവിനെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലെങ്കിൽ അപ്പം ദൈവത്തെ കാണുവാൻ നമുക്ക് ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ശാന്തമായ അന്തരീക്ഷത്തിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നിനക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും. അല്ലെങ്കിൽ അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന പ്രതിസന്ധികൾ, നിന്റെ ഹൃദയത്തിനകത്തെ കലക്കങ്ങൾ, ഇടർച്ചകൾ, നിന്റെ ജീവിതത്തിലെ കുഴപ്പങ്ങളുടെ നടുവിൽ നീ ഇരുന്ന് ഭാരപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ യേശു നിന്റെ അരികിലേക്ക് വരും. നീ അന്വേഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം അന്വേഷിച്ചെങ്കിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒന്നും നമ്മുടെ കയ്യിലേക്ക് വന്നു കയറത്തില്ല. എല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതുപോലെ തന്നെ യേശുവിനെ നീ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കർത്താവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. ശാന്തമായ സ്ഥലവും ശുദ്ധമായ ഹൃദയവും നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തെ കാണുവാൻ കഴിയും. അപ്പം ദൈവത്തെ കാണുന്നത് ശാന്തമായ ഹൃദയം, ശാന്തമായ സ്ഥലം, ശുദ്ധമായ ഹൃദയം. അപ്പൊ ശാന്തമായ സ്ഥലത്തിരുന്ന് ശുദ്ധമായ ഹൃദയത്തോടെ നീ ദൈവത്തിനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തിനെ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. അല്ലേലൂയ. അതിരാവിലെ സമയം ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത് നീ ദൈവത്തോട് കൂടിയിരിക്കുന്നെങ്കിൽ, ഭയഭക്തിയോടെ ഇരിക്കുന്നെങ്കിൽ, കർത്താവിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന അവന്റെ ശബ്ദം നിന്റെ കാതിൽ, നിന്റെ ഹൃദയത്തിൽ കേൾക്കുവാൻ നിനക്ക് കഴിയും. അല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം. അല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് സദൃശവാക്യം 8:17 വായിക്കും, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവനെ എന്നെ കണ്ടെത്തുന്നു. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കും. കർത്താവിനെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ കർത്താവിനെ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കും. ലോകത്തിന്റെ മാലിന്യങ്ങളെ, ലോകത്തിന്റെ ഇഷ്ടങ്ങളെ, ഇവിടുത്തെ അഭിരുചികളെ, ഇവിടുത്തെ പാപ സ്വഭാവങ്ങളെ, ഇവിടുത്തെ സമ്പത്തുകളെ, പണത്തെ നീ ആഗ്രഹിക്കാതെ, അതിനെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിക്കേ. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷമാണല്ലോ. മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, സ്തോത്രം. 22-ാം അധ്യായമാണല്ലോ നമ്മൾ വായിച്ചത്. അവിടെ എന്താണ് ഇങ്ങനെ എഴുതി വെച്ചത്? ഹല്ലേലൂയ. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അതേ പരീശന്മാരും യഹൂദന്മാരും ഹെരോദ്യരും സദുക്യരും എല്ലാം അവിടെ കൂടിയിരിക്കുമ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അവർ ഒറ്റ വാക്ക് പറഞ്ഞു, അവൻ ദാവീദിന്റെ പുത്രനാ. പിന്നെ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, ഒരേ സമയം ജഡത്തിൽ നമ്മൾ ചിന്തിക്കും, ജഡപ്രകാരം യേശു ദാവീദിന്റെ പുത്രനാണെങ്കിലും ആത്മീയപ്രകാരം ക്രിസ്തു ദൈവവും അതേസമയം മനുഷ്യനുമായി ഭൂമിയിലുണ്ട്. അവനെ അല്ലെങ്കിൽ ആ സമയം തന്നെ അവൻ ദാവീദിന്റെ കർത്താവുമാണ്. ദൈവവചനത്തെ വേണ്ടത്ര വ്യക്തതയില്ലാനുണ്ട്. പലർക്കും ഇന്നും ഈ ഒരു അനുഭവം നിൽക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ യേശുവിനെ അന്വേഷിച്ച് മടങ്ങി വന്ന് യേശുവിനെ ദൈവത്തോട് വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് ആരെങ്കിലും കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ സങ്കടത്തിനുള്ളിൽ കടന്നു പോകുന്നെങ്കിൽ, യേശുവിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ
കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ശുദ്ധമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, മാർത്തയുടെ മറിയുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് മരിച്ചുപോയ ആ സമയം ജീവനോടെ കൊടുത്ത ഒരു ദൈവമുണ്ട്. അതെന്റെ ജീവിതത്തിൽ മരവിച്ച് കിടക്കുന്ന ഈ വിഷയമായിരുന്നാലും അതിനൊരു മറുപടി നൽകുവാൻ യേശു വിശ്വസ്തന. നിന്റെ ഹൃദയം യേശുവിന്റെ കൊടുക്ക്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, കേരളത്തിലെ 3 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 143 കോടി ജന തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. 6 ലക്ഷത്തിന് ഗ്രാമങ്ങളുള്ള സകല ജനത്തെ ലോകരാജ്യ 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവ്. ജനമാനസാന്തരം മടങ്ങി വരട്ടെ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവരത്തിലും പ്രാർത്ഥിക്കും. നിരാനിവൃത്തരും അശങ്ക യാതൊരു ഓഫനച്ചോളുടെ ജോലി തലമുറയായിരിക്കുന്ന സകല ജനത്തിൽ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോകും. മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് ഈ കേരളത്തിൽ അക്രമവും രാജകത്വം, പിടിച്ചുപറി, മോഷണം, ബലാത്സംഗം, വ്യഭിചാരം, സാന്ത്വന, മോഷണം, കൈക്കൂലി, അഴിമതി, കരിഞ്ചന്തൊക്കെ പെരുകുമ്പോൾ മനുഷ്യൻ തമ്മിലടിച്ച് മരിക്കുന്ന ഈ കാലം, രക്തചുറ്റി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ഈ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാന രാജ്യമന്ത്രി, രാജ്യഗവൺമെന്റ്, രാജ്യസഭ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിൽ സകല ജനതയും, പാപത്തിന്റെ ചങ്ങലിൽ വീൺകിടക്കുന്ന, പാപത്തിന്റെ ശാപത്തിൽ വീൺകിടക്കുന്ന സകല ജനതയും, അദ്ദേഹത്തിൽ കിടക്കുന്ന BSF കർത്താവി, ക്രമസമാന പാലക നിർമ്മാണ രംഗസ്ഥാനക്കാരുടെ പോലീസിന്റെ ജുഡീഷ്യറി ഭാഗങ്ങൾക്കായി സഹകരണമേലും പുതുമേലും ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക ബാങ്കിന്മേലായിരിക്കുന്ന എല്ലാ കേന്ദ്രസ്ഥാന എല്ലാ രാജ്യരാഷ്ട്ര തലമാറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കടലോരവാസി, തീരദേശവാസികൾ, മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥന, കരികൾ, കമ്പിൾ ഫാക്ടറി, ജോലി, വലുജനം, എല്ലാ വ്യാപാരി, വ്യവസായം, വഴിയുടെ കച്ചവടക്കാരെ, ക്ഷീരമേലും കാർഷിക മേഖലയിൽ, കൺസ്ട്രക്ഷൻ മെക്കാനും, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടൈസ് ഡ്രൈവേഴ്സിനും, പാടത്തും പറമ്പിലും ബോറിയിലും കല്ലോടും മണ്ണും തടിയോടൊക്കെ മല്ലടിക്കുന്ന, കഷ്ടപ്പെടുന്ന, വിയർപ്പിന്റെ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. മദ്യരൂപകൾക്ക് മാനസാന്തരപ്പെടും, മയക്കുമരുന്ന് രൂപകൾക്ക് മാനസാന്തരം, അനേക കുഞ്ഞുങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന സാത്താന്റെ ശക്തികളൊക്കെ ജനം വിടുവിക്കപ്പെടുവാൻ, ലോകം മുഴുവൻ സാത്താൻ കൈക്കലാക്കി സകല ജനത്തെ പാപത്തിരിക്കുന്ന രക്തച്ചൊരിച്ചിൽ, രക്തം, കുരുതികൾ, കുലപാതകങ്ങൾ ദേശത്ത് അരങ്ങേറുമ്പോൾ അതൊക്കെ ജനം വിടുവിക്കപ്പെട്ട് മടങ്ങി വന്ന് യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെടുവാൻ ഹൃദയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിദേശരാജ്യ കർഷക സമയം മണ്ഡലത്തിൽ വേദനയ്ക്ക് നാട്ടിൽ ഭാരപ്പെടുന്ന വിദേശ സഹപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ, ദേശത്തിൽ പീഡന സൗകര്യമാർ, ജോലി നഷ്ടപ്പെട്ട വിസാഖത്താൻ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ടിന് വേണ്ടി ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ അധികം അത്ഭുതങ്ങൾ ചെയ്യാൻ പുതുവഴി തുറക്കണമേ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഈ സകല മേഖലയിൽ കഷ്ടതയുടെ തിരിച്ചുകൂടി കടന്നു പോകുന്ന അനേക ആയിരങ്ങൾ ഇന്ന് പകൽ മടങ്ങി വരുന്നതായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ കർത്താവ് സ്വസ്ഥത പ്രാപിക്കണം. കർത്താവ് LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹൈസ്കൂൾ, കോളേജ് ഭാഗങ്ങൾ എല്ലാ കലാലയങ്ങളും ജീവിക്കുന്ന അനവധി കുഞ്ഞുങ്ങൾ പാപത്തിൽ, ശാപത്തിൽ, ലഹരിക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്ന കർത്താവ്, ഇത് അങ്ങനെയുള്ള ജനത്തെ വിടുവിക്കണമേ. എല്ലാ അശുദ്ധമായ അവിഹിതമായ ജീവിതം ജനം വിടുവിക്കുക. തകർന്ന കുടുംബങ്ങളെ താസാക്കണം. വിവാഹഭവനത്തിന് കെട്ടിക്കിടക്കണം ലക്ഷക്കണക്കിന് കേസുകൾ കോടതിയിൽ പരിഹാരം കൊടുക്കണമേ. കുടുംബജീവിത തകർച്ചകൾ കർത്താവ്, സംശയങ്ങൾ, സംശയങ്ങളിൽ മാറി തകർന്ന കുടുംബങ്ങൾ പണിയണമേ. തലമുറയില്ലാതെ തലമുറയിൽ കൊടുക്കണം. വീടിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് മറുപടി കടക്കണിയാൽ ഫാൻ ജപ്തി നടപടി നേടുന്നവർക്കെല്ലാം വിടുതലും ദൈവാശ്വാസം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ മാറിപ്പോകട്ടെ. ജനത്തിന് സ്വസ്ഥതയും സമാധാനം കൊടുക്കാനായി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ദാസദാസന്മാർ കേരളത്തിൽ ലോകരാജ്യങ്ങൾ താൻ വേലി സ്നേഹിച്ച് കടന്നു എല്ലാ ദൈവങ്ങളും ദാസന്മാരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്ന. സകല മേഖലയും വലിയ ദൈവപ്രവൃത്തി അയക്കണം. സകലമാക്കുത്വം എടുത്താട്ടെ. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.